ഹലോ കൂട്ടുകാരെ, നയനം ഭാഗം 44ലേക്ക് സ്വാഗതം. അന്ന് അർജുൻ്റെ കമ്പനിയുടെ മുമ്പിൽ ഇറക്കി വിട്ടതാണിവളെ. പിന്നെ കാണുന്നത് ഇന്നാണ്. ആ ദിവസം കഴിഞ്ഞിട്ട് അധികം നാളായില്ലെങ്കിലും കണ്ടിട്ടിപ്പോൾ ഏറെ നാളായി എന്നൊരു തോന്നൽ. ആ തോന്നൽ നയനക്കുമുണ്ട്. വീട് കത്തിച്ചു എന്നും പറഞ്ഞ് കേസ് കൊടുത്തില്ലേ നിങ്ങൾ? ഹാളിലെ കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് സൂസൻ ചോദിച്ചു. അതൊക്കെ കൊടുത്തു മോളെ. കാര്യമായ പ്രയോജനം ഒന്നും ഉണ്ടായില്ല. താല്പര്യത്തോടെ അന്വേഷിക്കണമെങ്കിൽ കാശ് വേണം. അതില്ലാത്തവർക്കുള്ള നീതി ഇത് തന്നെ. അവൾക്ക് എതിർവശത്തുള്ള കസേരയിലിരിക്കുന്ന കോശി പറഞ്ഞു. നയന സൂസന് നാരങ്ങ വെള്ളവും ഫ്രൂട്ട്സും മുമ്പിലൊരു ടീമേശയിൽ വെച്ച് കൊടുത്തു. സൂസൻ ആലോചനയോടെ ഇരുന്നു. വല്ലാത്ത നിസ്സഹായാവസ്ഥയിലാണ് ഈ കുടുംബമെങ്കിലും അർജുൻ എന്ന നിധി അവർക്കൊപ്പമുള്ളത് മുന്നോട്ടുള്ള ജീവിതത്തിന് വലിയൊരു കരുത്താണ്. ചേച്ചി, നേഹയും റിമയൊക്കെ സുഖമായിരിക്കുന്നോ? നയന അവളോട് ചോദിച്ചു. അവൾ നമ്മുടെ ആ പഴയ ഫ്ലാറ്റിലുണ്ട്. ഞാൻ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. കോളേജിൽ നിന്ന് ദിവസവും കാണും. ഞാനിപ്പോൾ വന്നത് നയനയ്ക്ക് ഇത് തരാനായിരുന്നു. സൂസൻ ബാഗ് തുറന്നു. അവർ 2 എൻവലപ്പ് കയ്യിലെടുത്തു. നയന ശങ്കയോടെ നിൽക്കുകയാണ്. സൂസൻ്റെ മുഖഭാവത്തിൽ നിന്നും ഒന്നും മനസ്സിലായില്ല. നീ ഇങ്ങോട്ടിരിക്കും നയന. സൂസൻ ആ കവർ പിടിച്ചുകൊണ്ട് തന്നെ അവളെ അരികിലേക്ക് ക്ഷണിച്ചു. സൂസനെ കണ്ടതിലുള്ള ആശ്ചര്യം മാത്രമല്ല, അമ്മച്ചിയുടെ പൊടുന്നനെയുണ്ടായ മാറ്റത്തിൽ കൂടെയും അവളാകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഇപ്പം ചെയ്യുന്നതും നടക്കുന്നതും അവൾ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ സൂസനോട് എന്ത് ചോദിക്കണം, എന്ത് പറയണം എന്നൊന്നും അറിയുന്നില്ല. സൂസൻ ക്ഷണിച്ചപ്പോൾ അവൾ അപ്പച്ചനെയും അമ്മച്ചിയെയും ഒന്ന് നോക്കി സൂസൻ്റെ അരികിലെ കസേരയിലിരുന്നു. എന്തിനോ ഒരു നാണവും ലജ്ജയും ഉണ്ട് ഉള്ളിൽ. അവൾ കൈകൾ മടിയിൽ വെച്ച് ഞെരിവിരി കൊണ്ട് അവരെ നോക്കി പുഞ്ചിരിച്ചിരിക്കുന്ന കോശിയെ നോക്കി. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്ക്. അർജുനെക്കുറിച്ചും അവൻ തൻ്റെ മകളുടെ ജീവിതത്തിൽ വന്നതിനെക്കുറിച്ചും പറയാനും തിരക്കാനും കോശിക്ക് ആഗ്രഹമുണ്ടെങ്കിലും എന്തുകൊണ്ടോ അയാൾ അതിന് മുതിർന്നില്ല. പക്ഷേ സൂസൻ തന്നെയാണ് ഇതിനൊക്കെ വഴിവെച്ചതെന്ന് ആ പാവം മനുഷ്യനറിയില്ലല്ലോ. അയ്യോ, അപ്പച്ചൻ അവിടെ ഇരി. അപ്പച്ചനും കൂടെ കേൾക്കാനുള്ള കാര്യമാ എനിക്ക് പറയാനുള്ളത്. സൂസൻ കോശിയെ എഴുന്നേൽക്കാൻ സമ്മതിച്ചില്ല. ഞാൻ എൻ്റെ മാരേജിന് ക്ഷണിക്കാൻ വന്നതാണ്. കോശിക്കരികിലേക്കായി വന്ന് നിന്ന ത്രേസ്യയെയും ഒന്ന് നോക്കിക്കൊണ്ട് സൂസൻ പറഞ്ഞു. എന്താണ് മീഴ്ച നിൽക്കുന്നത്? ഞാൻ പറഞ്ഞത് ഉള്ളതാ. അന്തിച്ച് സൂസൻ്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കുന്നവളുടെ കൈകളിൽ അവൾ പിടിച്ചു. ആള് വിദേശത്ത് ബിസിനസ്സാണ്. മനസ്സമ്മതം കഴിഞ്ഞു. അടുത്ത മാസം ലാസ്റ്റാണ് വിവാഹം. സമയമുണ്ട്, എല്ലാവരും വരണം. സൂസൻ കയ്യിലെ ഇൻവിറ്റേഷൻ കാർഡ് കോശിയുടെ കയ്യിൽ കൊടുത്തു. പിന്നെ ഇത് നിൻ്റെ കോഴ്സ് ഫീ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ റിസിപ്റ്റാണ്. സൂസൻ അടുത്ത എൻവലപ്പ് അവൾക്ക് നേരെ നീട്ടി. നയന കോളേജിൻ്റെ പേരെഴുതിയ എൻവലപ്പ് വാങ്ങി കയ്യിൽ വെച്ചു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. കയ്യിലെ ബാഗ് തോളിലേക്ക് ഇട്ടുകൊണ്ട് സൂസൻ എഴുന്നേറ്റു. അയ്യോ മോളെ, കഴിച്ചിട്ട് പോകാം. എല്ലാം ആയിട്ടുണ്ട്. വിളമ്പേണ്ട താമസമേ ഉള്ളൂ. ത്രേസ്യ ധൃതിപ്പെട്ടു അടുക്കളയിലേക്ക് പോകാൻ ഒരുങ്ങി. ഇല്ല അമ്മച്ചി, പോകാൻ തിടുക്കമുണ്ട്. ഞാൻ ഇവളെ ഒന്ന് കാണാനും കാര്യങ്ങൾ അറിയിക്കാനും വന്നു എന്നേ ഉള്ളൂ. ഭക്ഷണം കഴിക്കാനൊക്കെ വിശദമായി ഒരു ദിവസം വരാം. ത്രേസ്യയെ അടുക്കളയിലേക്ക് പോകാൻ അനുവദിക്കാതെ സൂസൻ നിന്നു. ഇനി എന്നാ ചേച്ചി ബാംഗ്ലൂരിലേക്ക്? സൂസൻ്റെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് നയന ചോദിച്ചു. നാളെ പോകണം. അവർ സംസാരിച്ചുകൊണ്ട് വീടിൻ്റെ ഗേറ്റ് കടന്നു. അർജുൻ? അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് സൂസൻ ചോദിച്ചു. അർജുനെക്കുറിച്ച് എന്തെങ്കിലും സൂസൻ ചോദിക്കട്ടെ എന്ന് കരുതി തന്നെയാണ് നയന മൗനം പാലിച്ചത്. അതുപോലെ തന്നെ സംഭവിച്ചു. ഞങ്ങൾ ഒരുമിച്ചാണ് ഇങ്ങോട്ട് വന്നത്. കുറച്ചകലെയുള്ള ലോഡ്ജിൽ അർജുനേട്ടൻ താമസിച്ചു. എന്നെ കാണാൻ പാത്തും പതുങ്ങിയും വീട്ടിലേക്ക് വന്നത് അപ്പച്ചൻ കണ്ടു. അവൾ ഷോൾ പിടിച്ച് ചുരുട്ടി ഇടർച്ചയോടെ പറഞ്ഞു. അന്നത്തെ സംഭവങ്ങൾ മുഴുവനായിട്ട് ഒരാളുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയില്ലല്ലോ. അതെല്ലാം അവരുടെ സ്വകാര്യ നിമിഷങ്ങളല്ലേ. അവളെ കെട്ടിക്കൊണ്ടു പോവാൻ വീട്ടുകാരുടെ സമ്മതം ചോദിച്ച് അവരെ കൊണ്ടുവരാൻ പോയതാണെന്നും വരെ നയന സൂസന് പറഞ്ഞു കൊടുത്തു. ഓ, അപ്പോൾ അവന് വെളിപാടുണ്ടായി തുടങ്ങി. നല്ലത് വരട്ടെ. എല്ലാം കേട്ട് കഴിഞ്ഞ് സൂസൻ ഒരു നെടുവീർപ്പിട്ടു. വീട്ടുകാരെന്ന് പറയുമ്പോൾ സൂസൻ ആലോചനയോടെ നെറ്റി ചുളിച്ചു. അപ്പച്ചനും അമ്മച്ചിയുമായിരിക്കില്ലേ?
നയനയ്ക്കും സംശയമായി. ഹേ, അവർ ഇവൻ ചത്തു എന്ന് പറഞ്ഞാൽ പോലും വരില്ല. അത്രക്ക് ബോണ്ടുണ്ട് അവരുമായി ഇവന്. സൂസൻ പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ നയനയുടെ മിഴികൾ നിറഞ്ഞു. ഇവൻ്റെ മമ്മ അവൻ്റെ ഡാഡയുമായിട്ട് സെപ്പറേറ്റഡ് ആണ്. എന്നിട്ട് ആ സ്ത്രീ ഇപ്പോൾ അവരുടെ ബോയ് ഫ്രണ്ടുമായി വർഷങ്ങളായി ലിവിങ് ടുഗദറാണ്. എവിടെയാണെന്നറിഞ്ഞൂടാ. ഡാഡ ബാംഗ്ലൂരിലുണ്ട്. കെട്ടുകണക്കിന് പണമുള്ളത് കൊണ്ട് ബാറിലും ക്ലബിലും ജീവിതം കുടിച്ചും രമിച്ചും ആർമാദിക്കുന്നു. നയനയാകെ വിറങ്ങലിച്ചു പോയി. അർജുൻ്റെ കുടുംബത്തെക്കുറിച്ചാണല്ലോ ഈ കേൾക്കുന്നത്. തൻ്റെയും അപ്പച്ചനും അമ്മച്ചിയും ആവേണ്ടവരാണ്. അന്ന് ആ വീട്ടിൽ വന്നപ്പോൾ അർജുനേട്ടൻ്റെ അപ്പച്ചൻ്റെ നോട്ടവും ചോദ്യങ്ങൾ പോലും ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ സത്യങ്ങളാണെന്ന് വിരൽ ചൂണ്ടുന്നവയാണ്. വല്ലാത്ത ശൗര്യം അവൻ കാണിക്കുമ്പോൾ അവൻ്റെ പത്തി നോക്കി അടിക്കാൻ അവൻ്റെ അടിത്തറയില്ലാത്ത കുടുംബ വിഷയം ഞാൻ മുമ്പിൽ കൊണ്ടിടാറുണ്ട്. അത് അവൻ്റെ വാ അടപ്പിക്കും. അത് മാത്രമേ അവൻ്റെ വാ അടപ്പിക്കൂ. നയനയാകെ തരിച്ചുപോയി. ഇനി സൂസന് പറയാൻ ഒരു വിഷയവും ഉണ്ടാവരുത് എന്നവൾ പ്രാർത്ഥിച്ചു. കഴുത്തിലും നെറ്റിയിലും വിയർപ്പ് തെളിഞ്ഞത് അവൾ ഷോൾ കൊണ്ട് തുടച്ചു. താൻ വിഷമിക്കണ്ട, അവൻ്റെ ജീവിതപാതിയാകാൻ പോകുന്നതല്ലേ, എല്ലാം അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതി പറഞ്ഞു പോയതാ. സൂസൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അല്പം അസൂയ തോന്നുന്ന പ്രകൃതക്കാരിയാണ് സൂസനെങ്കിലും നയനയോട് അവൾക്ക് അത്തരം ചീത്ത ചിന്തകളൊന്നുമില്ല. ദേ, ഞാൻ ഈ ഓട്ടോയിൽ പോകുകയാ പറയുകയും റോഡിൻ്റെ മറുഭാഗത്ത് നിന്ന് വരുന്ന കാലി ഓട്ടോയ്ക്ക് കൈ കാണിക്കുകയും ചെയ്തു സൂസൻ. എത്തിയിട്ട് ഞാൻ വിളിക്കാം. സൂസൻ ആ ഓട്ടോയിൽ കയറിയിരുന്നു കൂടെ പറഞ്ഞതും നയന തലയാട്ടി. ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടോളൂ, സൂസൻ ഓട്ടോക്കാരനോട് പറഞ്ഞുകൊണ്ട് നയനയോട് പുഞ്ചിരിച്ചു. ഓട്ടോ മുന്നോട്ട് പോയി. നയന പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പച്ചനെയും അമ്മച്ചിയെയും അവിടെ കാണുന്നില്ല. വീട്ടിലേക്ക് ഓടിച്ചെന്ന് അമ്മച്ചിയുടെ സ്നേഹലാളന ഏറ്റുവാങ്ങാൻ അവളുടെ മനസ്സ് കൊതിച്ചു. കടൽ ഭിത്തിയോട് ചേർന്നുള്ള ബാറിൽ ഗൗതം ഇരുന്നു. അവൻ റോഡിലേക്ക് മിഴി നട്ടിരിക്കുകയാണ്. ദൂരെ കടലിൽ തിരമാലകൾ അലയടിച്ചു വരുന്നുണ്ട്. അല്പം കഴിഞ്ഞതും മത്തായി അയാളുടെ കാർ ഓടിച്ചു വന്ന് ബാറിൻ്റെ മുമ്പിൽ നിർത്തി. ചുണ്ടൊന്ന് വലിച്ചു കടിച്ച് ഗൗതം മത്തായിയെ കാത്തിരിക്കുകയാണ്. ആ വലിയ കുടവയറും കുലുക്കി മത്തായി മുന്നോട്ട് വന്നു. ബാറിലിരിക്കുന്ന ആളുകളുടെ ഭാഗത്തേക്ക് ആ വട്ടക്കണ്ണട അമർത്തി പിടിച്ചുകൊണ്ട് ഗൗതമിനെ തിരിഞ്ഞു. ഗൗതം ഒരു സോഫയിൽ ചാരിയിരിക്കുന്നത് കണ്ടതും അയാൾ അങ്ങോട്ട് നടന്നു. എടാ ഗൗതമേ! ബാറിലിരുന്നു കടൽ കാണാവുന്ന വശത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ഗൗതമിൻ്റെ തോളിനിട്ടൊരു തട്ടുകൊടുത്തു മത്തായി. ഓ, എന്താടാ ഇത്? മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഗൗതം നഖത്തുമ്പ് കടിച്ചുകൊണ്ട് കിർവിച്ചു. നീ എന്തിനാടാ ഇങ്ങനെ പേടിക്കുന്നത്? നീ എന്നെ കണ്ടു പഠിക്കേ. ഒരു മനുഷ്യക്കുഞ്ഞിനെ പോയിട്ട് ദൈവത്തിന് പോലും എനിക്ക് പേടിയില്ല. അങ്ങനെ വേണം ജീവിക്കാൻ, അല്ലാതെ പേടിച്ച് മത്തായി ആ സോഫ സീറ്റിലേക്ക് അങ്ങോട്ട് ചാരിയിരുന്നു. എന്നാലും മത്തായിച്ച, നമ്മുടെ സകല പ്ലാനിങ്ങുകളും പൊളിഞ്ഞു പോയല്ലോ. ഉള്ള ജോലിയും പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഗൗതം ആ ടേബിളിലേക്ക് കൈവച്ച് ചാഞ്ഞിരുന്നു. എടാ, നീ സാധനം പറഞ്ഞോ? മത്തായി പിന്തിരിഞ്ഞു നോക്കിക്കൊണ്ട് വെയിറ്ററെ തിരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇയാൾ ഞാൻ ചോദിച്ചതിന് സമാധാനം പറ. ഗൗതമിൻ്റെ മുഖം ഈർഷ്യയേറി കടുത്തുപോയി. നീ ഓർഡർ പറഞ്ഞോ ഇല്ലയോ? മത്തായിക്ക് കൊതി മൂത്തിട്ട് വയ്യ. പറഞ്ഞിട്ടില്ല, താൻ വന്നിട്ടെന്ന് കരുതി. അല്ലാണ്ട് ഒറ്റയ്ക്കിരുന്നു അടിക്കുന്നതെങ്ങനെ? ഗൗതം താല്പര്യമില്ലാത്ത സ്വരത്തിൽ പറഞ്ഞു. വെയിറ്ററെ വിളിച്ച് ഓർഡർ കൊടുത്തിട്ടേ മത്തായിക്ക് സമാധാനമായതുള്ളൂ. നീ പിന്നെ എന്ത് കരുതി? നമ്മൾ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നോ? ഞാനിതൊക്കെ പ്രതീക്ഷിച്ചതാ. അവൻ ഇതൊക്കെ പുഷ്പം പോലെ കണ്ടുപിടിക്കുമെന്ന് ഉറപ്പായിരുന്നില്ലേ? ഒന്നും അറിയാതിരിക്കാൻ അവൻ കിള്ളക്കുഞ്ഞല്ല. ബിസിനസ്സിൻ്റെ ഓരോ പാഠവും കലക്കി പഠിച്ചവനാ. മദ്യം ഒഴിച്ച ഗ്ലാസ് വായിലേക്ക് ഒഴിച്ചുകൊണ്ട് മത്തായി പറഞ്ഞു നിർത്തി. പിന്നെ നിങ്ങളെന്ത് പിണ്ണാക്കിനാ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത്? വെറുതെ എന്നെയും ഇതിൻ്റെ അകത്ത് പെടുത്തി. വലിയ പ്ലാനിങ് ആയിരുന്നല്ലോ തനിക്ക്. ഗൗതമിന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ മുൻപിലെ വലിയ പ്രതീക്ഷയാണ് അടഞ്ഞുപോയത്. ഗൗതം മദ്യ ഗ്ലാസ് കുടിക്കാതെ പിടിച്ച് ഞെരിച്ചു. പ്ലാനിങ്ങും പുല്ലും എവിടെ പാളിയെന്ന് വെച്ചാ?
മത്തായി ഒരു ഏമ്പക്കം ഇട്ടുകൊണ്ട് തുടർന്നു. ആ ഹിന്ദിക്കാരനുമായിട്ടുള്ള ഡീൽ ഉറപ്പിക്കുന്ന നേരം അവൻ്റെ വരവ് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. മത്തായി വീണ്ടും മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൂടി തുടങ്ങി. പ്രതീക്ഷിക്കണമായിരുന്നു. ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോഴേ എല്ലാ വശത്തു നിന്നും ചിന്തിക്കണമായിരുന്നു. മദ്യം വീണ്ടും വീണ്ടും ആർത്തിയോടെ കുടിക്കുന്നവനെ ഗൗതം രൂക്ഷമായി നോക്കി. മതിയട മത്തായി, കുടിച്ച് ചാവണ്ട. ഗൗതം മത്തായിയുടെ അരികിൽ നിന്ന് മദ്യക്കുപ്പി എടുത്തു മാറ്റി. ചത്താലും കുഴപ്പമില്ലടോ, എൻ്റെ 4 തലമുറയെ ഇട്ട് മൂടാനുള്ള പണം മത്തായി സമ്പാദിച്ചു വച്ചിട്ടുണ്ട്. പക്ഷെ നീ അങ്ങനെയല്ല, ചെറുപ്പമാ, കാലിടറരുത്. അർജുനെ കണ്ടു പഠിക്ക്. ഈ ചെറുപ്രായം കൊണ്ട് അവൻ സമ്പാദിച്ചതിന് കണ്ണും കണക്കുമില്ല. മത്തായി വിരലുയർത്തി പറഞ്ഞു. എടോ, താൻ അവൻ്റെ പുണ്യപുരാണം പറഞ്ഞ് നേരെ കളയാതെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞതാടോ. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പോകും. ഗൗതം എഴുന്നേൽക്കാനുള്ള തയ്യാറെടുപ്പായി. അവൻ സോഫ സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റു. താൻ അവിടെ ഇരിക്കേ, ഞാൻ പറയാം, എല്ലാത്തിനും പരിഹാരമുണ്ട്. മത്തായി അവൻ്റെ അരികിലേക്ക് തല നീട്ടി. എന്നിട്ട് ഗൗതമിൻ്റെ കാതിൽ എന്തോ സ്വകാര്യം പറഞ്ഞു. കൊല്ലാനോ? ഗൗതമൊന്ന് ഞെട്ടിത്തരിച്ചു. ആ വാക്ക് അനായാസം പറഞ്ഞവനെ ഇമ ചിമ്മാതെ നോക്കി. പതുക്കെ പറ. ജനിപ്പിച്ച തള്ളക്കും തന്തക്കും വേണ്ടാത്തവനെ ഈ ചെവി അറിയാതെ തീർത്തേക്കാം. മത്തായി നിസ്സാരമായി പറയുന്ന കൂടെ ആരുടെയോ ഫോണിലേക്ക് ഡയൽ ചെയ്യുന്നുണ്ട്. ഹലോ സോളമാ. അപ്പുറത്തു നിന്നുള്ള പരുക്കൻ ശബ്ദം കേട്ടതും മത്തായി അയാളുടെ പേര് വിളിച്ചു. രാത്രി വാഷ്റൂമിൽ പോയി ദേഹമൊന്ന് കഴുകി തോളിലെ പൊള്ളലേറ്റ മുറിവിൽ ഓയിൽമെൻറ്റ് പുരട്ടി അത്തായം കഴിക്കാൻ പോയി നയന. എല്ലാവരും അത്തായം കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കുഞ്ഞുമോൾക്കുള്ള മരുന്നും എടുത്ത് അവൾ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മുറിയിലേക്ക് നടന്നു. കുഞ്ഞുമോൾ അവരുടെ കൂടെയാണ് കിടക്കുന്നത്. നയന എത്ര നിർബന്ധിച്ചിട്ടും അവൾ കൂടെ കിടക്കാൻ വന്നില്ല. ആദ്യം കുഞ്ഞുമോളുടെ ആ പിടിവാശിക്ക് ത്രേസ്യ മൗനം പാലിച്ചെങ്കിലും പിണക്കം മാറിയതിൽ പിന്നെ അമ്മച്ചിയുടെ അഭിപ്രായം പറഞ്ഞു. അവൾ അവിടെ കിടന്നോട്ടെ. ആ കൊച്ചൻ വിളിക്കുമ്പോൾ നിങ്ങൾ വല്ലതും മിണ്ടിയും പറഞ്ഞോട്ടെ. ചിരി ഒതുക്കിയാണ് ത്രേസ്യ പറയുന്നത്. നയന ആകെ ചൂളിപ്പോയി. നിന്ന നിൽപ്പിൽ അങ്ങോട്ട് വയർത്തു. കുഞ്ഞുമോളുടെ കൈ പതിയെ വിട്ട് മുറിയിലേക്ക് നടന്നു. ഇന്നലെ നേരം നടന്ന സംഭവം മനസ്സിലോർത്തു നയന. ഇനിയിപ്പോൾ അവളുടെ കൂടെ കൂട്ടാനുള്ള ശ്രമം നടത്തുന്നില്ല. കയ്യിൽ പിടിച്ച ഗുളിക കുഞ്ഞുമോളുടെ കൈകളിലേക്ക് വെക്കുന്ന കൂടെ നയന ചിന്തിച്ചതായിരുന്നു. അവൾക്കുള്ള വെള്ളവും കൊടുത്ത് നയന വാതിൽ ചാരി ഹോളിലെ ലൈറ്റ് കിടത്തി മുറിയിൽ കയറി വാതിൽ കുറ്റിയിട്ടു. അർജുനേട്ടനെ വിളിച്ചു സംസാരിക്കാമെന്ന് ഓർക്കുമ്പോഴേ മനസ്സിന് കുളിര. സൂസൻ ചേച്ചി വന്ന കാര്യം പറയാൻ വിളിച്ചപ്പോൾ ഇന്നലെ ഫോണും എടുത്തില്ല. സൂസൻ ചേച്ചിയെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് ആ ഇൻവിറ്റേഷൻ കാർഡ് നേരെ കാണാൻ കൊതിയായി. സൂസൻ്റെയും ചെക്കൻ്റെയും പേരെഴുതിയ ഭാഗത്ത് അർജുൻ വേർഡ്സ് നയന എന്നായതുപോലെ അവൾക്ക് തോന്നി. ചൊടിയിൽ ഒളിഞ്ഞൊരു ചിരിയാണ്. ആ കാർഡ് അവിടെ വെച്ചു. അതിൻ്റെ കൂടെയുള്ള കോളേജ് റിസിപ്റ്റ് എടുത്തു നോക്കി. ലാസ്റ്റ് ഇയറിലെ ഫീ മുഴുവനും അടച്ചിരിക്കുന്നു. ഇനി ഒരു ബാധ്യതയുമില്ല. ആ പേപ്പറിൽ മിഴി ഓടിച്ചു കഴിഞ്ഞവൾ ലാസ്റ്റ് ഇട്ട ഒപ്പിലേക്ക് നോക്കി. ആ ഒപ്പ് അവൾ വീണ്ടും അതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. അതൊരു പ്രിൻറ്റഡ് സിഗ്നേച്ചർ ആണെങ്കിലും കണ്ടു നല്ല പരിചയം. അവളൊന്ന് കണ്ണടച്ച് ദീർഘമായി നിശ്വസിച്ചു. കണ്ണിൽ തെളിയുന്ന ചിത്രം ആരോ ഒരാൾ മടിയിൽ വെച്ച സ്യൂട്ട് കേസിൻ്റെ മുകളിൽ വെച്ചു ഫയലുകളിൽ സൈൻ ചെയ്യുന്നു. ആ സൈൻ ഇത് തന്നെയാണ്, അത് ഉറപ്പ്. പക്ഷേ ആ പേന പിടിച്ച ആളുടെ മുഖം മാത്രം മനസ്സിൽ തെളിയുന്നില്ല. അവൾ കണ്ണടച്ച പാടെ തല കുടഞ്ഞു. മുഖമൊന്ന് അമർത്തി തുടച്ചു. അങ്ങനെ ഇരുന്നു. തുടരും. ഇനിയും ഉണ്ടല്ലോ കാര്യങ്ങൾ. എന്തായാലും അർജുനും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അല്ലേ. അടുത്ത പാർട്ട് ഇട്ട് തരാം കേട്ടോ. താങ്ക് യു കൂട്ടുകാരെ.